ജാസ്മിനെ ഉപദേശിച്ച് നന്നാക്കാൻ അഘോരാർത്ഥം പണിയെടുക്കുന്ന ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ഒരച്ഛനമ്മമാർക്കും ഈ രീതിയിലുള്ള ഗതികേട് വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ജാസ്മിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, വയസ്സിന് മൂത്തവരെ എടാ പോടാന്ന് വിളിക്കരുത്, പിന്നെ ദേഷ്യം കുറയ്ക്കണം, നാവ് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഈ എടാ പോടാന്ന് വിളിക്കരുത് എന്നൊക്കെ ഈ 2-3 വയസ്സുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ദോഷം വാപ്പയ്ക്കാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ കാക്ക എന്നുള്ള വിളി ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ചേട്ടാന്നാക്കണം. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ജാസ്മിനെ പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഇവരോടല്ല സഹതാപം തോന്നുന്നത്, ഇവരെ നേർവഴിക്ക് വളർത്തി വിട്ട ഇവരുടെ മോളോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. കാള പോലെ വളർന്നിട്ടും ഇതൊക്കെ വീണ്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട്. അതുപോലെ സിവിക് സെൻസ്, മൈക്ക് ധരിക്കാത്ത കേസ്. ജാഫർക്കയുടെ മെയിൻ കൺസേൺ മൈക്കാണ് കേട്ടോ. ശരിയായി ധരിക്കുക എന്ന് ഞാൻ ഒരു തവണ പോലും ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിക്കില്ല എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തൊരു ഗതികേടാണെന്ന് ഓർത്ത് നോക്കിയേ. പിന്നെ ജാസ്മിനോട് 100 തവണ ജാഫർക്കയും പിന്നെ പുള്ളിക്കാരുടെ ഭാര്യയും പറയുന്ന കാര്യമാണ്, മോളെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക, മോളെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക, മോളെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക, വേണ്ടാത്തവരെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, നീ വേണമെങ്കിൽ നിന്റെ ഫാമിലിയെ ഓർത്തോ, നിന്റെ അത്തുമ്മേനെ ഓർത്തോ, തത്തുമ്മേനെ ഓർത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് റിപ്പീറ്റഡ്ലി പുള്ളി പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, അമ്മൂമ്മയാണെന്ന് തോന്നുന്നു തത്തുമ്മ. പിന്നെ പുള്ളി പൊടിക്കൊരു ഓവറായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓവറായാലല്ലേ മോൾക്ക് സഹതാപ വോട്ട് കിട്ടത്തുള്ളൂ. ഏത് പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതായിരിക്കും ഇതൊക്കെ ഓവറാവാനായിട്ട്. നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞു വിട്ടതായിരിക്കും. അതൊക്കെ ഞാൻ പറയുന്നത് കാണുന്ന സമയത്ത് എന്റെ മൈൻഡിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ തുറന്നടിച്ച് പറയുക തന്നെ ചെയ്യും. എന്നെ നെഗ് അടിച്ചാലോ അല്ലെങ്കിൽ തെറി വിളിച്ചാലോ ഒന്നും എനിക്ക് ഒരു സീനും ഇല്ല. ധൈര്യമായിട്ട് തെറി വിളിച്ചോ, നല്ല തെറി തിരിച്ചു വിളിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. ഒരു അന്തം ഫാനെയും ഞാൻ പോഷിപ്പിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് മൂക്കട്ട ആർമി നേരെ കമന്റ് സെക്ഷനിലോട്ട് വിട്ടോ. ഇപ്പൊ ലൈവിൽ ഒരു സ്റ്റാച്യു ടാസ്ക് നടക്കുവാണ്. റസ്മിനാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ റസ്മിന്റെ ഫാമിലിയെ കയറ്റി വിടുന്നതിന് ഭാഗമായിരിക്കും. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.